ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു പൈസയും കൊടുക്കാതെ ഒരു പൈസയും ചിലവാക്കാതെ നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെയൊക്കെ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഫ്ലോർ ക്ലീനേഴ്സ് യൂസ് ചെയ്യുന്നവരായിരിക്കുമല്ലേ നമ്മളിൽ പലരും. പക്ഷേ ഇതുപോലത്തെ ഫ്ലോർ ക്ലീനേഴ്സ് യൂസ് ചെയ്ത് തുടച്ച് കഴിഞ്ഞ് അത് ഉണങ്ങിക്കഴിഞ്ഞ് അതിൽ കൂടെ ഒന്ന് നടന്നു കഴിയുമ്പോഴേക്കും നിറയെ പാട് വീണ് കിടക്കുന്ന പോലെ തോന്നും അല്ലേ. അതുമല്ല കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നമ്മുടെ ടൈൽസിൻ്റെയൊക്കെ ഗ്രൂസിലൊക്കെ അഴുക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഒരു കറുത്ത കളറ് വന്ന് കിടക്കുന്നതും കാണാം അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ എല്ലാ ദിവസവും തുടയ്ക്കുന്നുണ്ടല്ലോ, പിന്നെ എന്താ ഇങ്ങനെ വരുന്നതെന്നല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ഫ്ലോർ ക്ലീനറിൻ്റെയും ഇൻഗ്രീഡിയൻസിൽ ഇങ്ങനെ ഇതുപോലത്തെ എന്തെങ്കിലും തരത്തിലുള്ള ഓയിലും കണ്ടൻ്റായിട്ട് വരുന്നുണ്ട്. ഈ ഓയിലാണ് ഈ പാടുകൾ ഉണ്ടാക്കുന്നതും. അതുപോലെ തന്നെ ഓയിലുള്ള സർഫസിലേക്ക് പെട്ടെന്ന് പൊടി പിടിക്കും. അതുകൊണ്ടാണ് ആ ടൈൽസിൻ്റെ ഗ്രൂസിലൊക്കെ ഇങ്ങനെ അഴുക്ക് പിടിച്ചിട്ട് ഇങ്ങനെ കറുത്ത കളറായിട്ട് അഴുക്കാണ് ശരിക്കും അത്. അപ്പോൾ ഇതിനുള്ളൊരു പോംവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഷാമ്പു ഒരു 15 ഡേയ്സ് കൂടുമ്പോൾ നമ്മൾ തുടയ്ക്കാൻ എടുക്കുന്ന വെള്ളത്തിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ആ ടൈൽസിൻ്റെ ഗ്രൂസിലൊക്കെ പിടിച്ചേക്കുന്ന അഴുക്കും പോവുകയും ചെയ്യും. മിക്ക സമയങ്ങളിലും ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചിട്ട് ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും ഇതുപോലെ മുള വന്ന് പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാണ്ടായി പോകും അല്ലേ. എന്നാൽ അത് ചീത്തയാവണ്ടെന്ന് വിചാരിച്ച് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വെച്ചാലോ, അപ്പോൾ അതിലുള്ള സ്റ്റാർച്ച് കണ്ടൻ്റ് എല്ലാം കൺവേർട്ടായി ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇത് കഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഷുഗർ ലെവല് കൂടുതലാവുകയും ചെയ്യും. ഉരുളക്കിഴങ്ങ് കൂടുതൽ കാലം ഇങ്ങനെ മുള വരാതെയോ അല്ലെങ്കിൽ ചീത്തയായി പോകാതെ സൂക്ഷിക്കാനുള്ളൊരു വഴി എന്താണെന്ന് വെച്ചാൽ അതിനെ പേപ്പർ ബാഗിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ബ്രൗൺ കളറിലെ പേപ്പർ ബാഗാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ KFCയോ അല്ലെങ്കിൽ പിസയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കും ഇതുപോലത്തെ ബ്രൗൺ കളറിലെ പേപ്പർ ബാഗ്സ് കിട്ടുവാണെങ്കിൽ അത് നമ്മൾ എവിടെയാണ് ഉരുളക്കിഴങ്ങ് സൂക്ഷിക്കുന്നത് ആ ഒരു ഷെൽഫിൻ്റെ പാകത്തിലാക്കി എടുക്കുക. അതിനുശേഷം ഉരുളക്കിഴങ്ങ് അതിൽ സൂക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ കാലം നമുക്ക് ഈ മുള വരാതെയോ അല്ലെങ്കിൽ ചീത്തയായി പോകാതെയോ ഉരുളക്കിഴങ്ങ് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. കുറച്ച് ഇരുട്ടുള്ള സ്ഥലത്ത് വയ്ക്കുക, അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ട് വെക്കുക. ഒരിക്കലും നമ്മൾ ഉരുളക്കിഴങ്ങ് ഫ്രൂട്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സവാളയുടെയോ വെളുത്തുള്ളിയുടെയോ കൂടെ മിക്സ് ആക്കി ഇടാതിരിക്കുക കേട്ടോ. അങ്ങനെ ഇട്ടാലും നമ്മുടെ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് മുള വന്ന് പോകും. സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കുക. പിന്നെ സവാളയൊക്കെ വെക്കുമ്പോഴും ഇതുപോലത്തെ ജൂട്ടിൻ്റെ ബാഗിൽ വെക്കുക, അതായത് നമ്മുടെ ചാക്ക് ബാഗിൽ വെക്കുക. അപ്പം നമുക്ക് കിട്ടുന്ന കാർഡ്ബോർഡ് ബോക്സുകൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ബോക്സ് ആക്കി എടുക്കുന്നതെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ നല്ല മണം കിട്ടുവാനായിട്ട് നമ്മൾ റൂം ഫ്രഷ്നേഴ്സോ അല്ലെങ്കിൽ ബക്കൂറൊക്കെ പോലത്തെ വില കൂടിയ സാധനങ്ങളായിരിക്കും മിക്കവാറും ഉപയോഗിക്കുന്നത് അല്ലേ. ഇത് കൂടുതൽ സമയം ആ മണം നിലനിൽക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ചില സമയത്ത് ഇത് തീർന്നു പോകും, അല്ലെങ്കിൽ ഇതിൻ്റെ പൈസ കൂടുതലായതുകൊണ്ട് വാങ്ങിക്കാനായിട്ട് നമ്മൾ മടി കാണിക്കും. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വളരെ വില കുറഞ്ഞ രീതിയിൽ വീടിനൊക്കെ നല്ല മണം കിട്ടുവാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് കുന്തിരിക്കം എന്ന് പറയുന്നത്. എല്ലാവരുടെയും മിക്കവരുടെയും വീടുകളിൽ തന്നെ കുന്തിരിക്കം കാണാതിരിക്കില്ല. അപ്പോൾ ഇതും അത്യാവശ്യം കുറച്ച് മണിക്കൂറുകളിലേക്ക് നമുക്ക് നല്ല വീടിൻ്റെ ഉള്ളിലൊക്കെ നല്ല മണം നിർത്താനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത് കത്തിക്കാനായിട്ട് പ്രത്യേകിച്ച് പാത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലത്തെ നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ ഉള്ളിൽ അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് കത്തിച്ചാലും മതി കേട്ടോ. കരി വാങ്ങിക്കണമെന്ന് നിർബന്ധമില്ല, ചിരട്ടക്കരി ആയാലും മതി. ഇപ്പോൾ ഇവിടെ നമ്മൾ വേറെ നാട്ടിലല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെ ചിരട്ടക്കരി ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ കരി വാങ്ങിച്ചേക്കുന്നത്. അതിനും വലിയ പൈസയൊന്നുമില്ല കേട്ടോ. നമ്മൾ അടുക്കളയിലൊക്കെ വേഗത്തിൽ ജോലി എടുക്കുന്ന സമയത്ത് പലപ്പോഴും പറ്റാറുള്ളതാണ് കൈ തട്ടി കറിയൊക്കെ താഴേക്ക് വീഴും, അല്ലെങ്കിൽ പാല് ചിലപ്പോൾ തിളച്ച് തൂവിപ്പോകും. പിന്നെ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അവർ മൂത്രം ഒഴിക്കുകയോ അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഈ ഇതുപോലത്തെ നമ്മുടെ ക്ലീനാക്കുന്ന തുണി വെച്ചിട്ട് തന്നെയാണ് ക്ലീനാക്കുന്നത്. പക്ഷെ അത് പിന്നീട് നമ്മൾ കഴുകിയെടുക്കണം. പിന്നെയും ആ തുണി ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും അവിടെ ഒരു വൃത്തിയായിട്ട സ്മെല്ലും അതുപോലെ തന്നെ പാടൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ടിഷ്യൂ പേപ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ നല്ലോണം ടിഷ്യൂ പേപ്പറും യൂസ് ചെയ്യേണ്ടി വരും. അപ്പം ഒട്ടും ചിലവില്ലാത്ത രീതിയിൽ ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കബോർഡൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഉപയോഗമില്ലാത്ത വേസ്റ്റ് തുണികൾ കാണുമല്ലേ. ഇത് നമ്മൾ നേരെ കൊണ്ട് വേസ്റ്റ് ബിന്നിലങ്ങ് തട്ടുകയാണ് ചെയ്യുന്നത്, ചിലപ്പോൾ കത്തിച്ച് കളയും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പം അങ്ങനെ കളയാതെ ഇതുപോലൊരു
ബോക്സിലാക്കിയിട്ട് അത് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഈ തുണികളെടുത്ത് ഉപയോഗിക്കാം. ഇത് നേരെ നമുക്ക് വേസ്റ്റ് കളഞ്ഞാൽ മതി, പിന്നീട് കഴുകി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ ആ വേസ്റ്റായിട്ടുള്ള തുണികൾ സോർട്ട് ചെയ്യാനുള്ളൊരു മാർഗവുമായി, അതേസമയം ക്ലീനിങ്ങും കുറച്ചും കൂടി എളുപ്പമാവുകയും ചെയ്തു. നമ്മൾ പുറത്തുനിന്നൊക്കെ ഫുഡ് വാങ്ങിക്കുന്നതൊക്കെ സമയത്ത് മിക്കവാറും ഇതുപോലത്തെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് കിട്ടാറുണ്ടല്ലേ. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് നമ്മൾ കളയാതെ എടുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ എന്തെങ്കിലും സാധനങ്ങൾ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നോൺ വെജ് ഐറ്റംസ്, അതായത് മീനോ അല്ലെങ്കിൽ മീറ്റോ എന്തെങ്കിലുമൊക്കെ മാരിനേറ്റ് ചെയ്തോ അല്ലാതെയോ നമുക്ക് പോർഷൻ വൈസ് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപകാരപ്പെടും കേട്ടോ. മുട്ട മിക്കവാറും ഇതുപോലത്തെ 30 പീസൊക്കെ ഉള്ള കേസായിട്ടായിരിക്കും അല്ലേ നമ്മൾ വാങ്ങിക്കുന്നത്. പക്ഷേ ഇത്രയും മുട്ട കേടുകൂടാതെ ദീർഘകാലം സൂക്ഷിക്കാനായിട്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ആ ഡോറിൻ്റെ സൈഡിലുള്ള ഒരൊറ്റ കേസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് മുഴുവൻ മുട്ടയും നമുക്ക് വെക്കാനായിട്ട് പറ്റില്ല. ഇതുപോലത്തെ ഫാൻസി ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് മുട്ട സൂക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ മുട്ട സൂക്ഷിച്ചത്, അതായത് ഡോറിൽ മുട്ട സൂക്ഷിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തന്നെ മുട്ട സൂക്ഷിക്കുന്നതാണ്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ കാലം കേടുകൂടാതെ മുട്ടയിരിക്കുള്ളൂ. ഇത് പരിഹരിക്കാനുള്ളൊരു മാർഗ്ഗം, ആ മുട്ട വരുന്ന ഒരു പേപ്പർ കാർട്ടനുണ്ടല്ലോ, അത് നടുഭാഗത്തൂടെ ഈക്വലായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ മുട്ട സൂക്ഷിച്ച് വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ബോക്സിലെടുത്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ കാലം കേടുകൂടാതെ നമുക്ക് മുട്ട സൂക്ഷിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഒരുപാട് സ്പേസ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ പോവില്ല. അതുപോലെ തന്നെ എല്ലാ മുട്ടയും ഒരു കേടും കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ടും സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.